Welcome to my YouTube channel. Today we are going to learn the alphabets in German and how to pronounce them in Malayalam. A, B, C, D, E, F, G, H, E, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. അടുത്തായി നോർമൽ ആൽഫബറ്റ് അല്ലാതെ ഉംലോട്ടുള്ള ആൽഫബറ്റ്സും ഉണ്ട് ജർമ്മനിൽ. നമുക്കത് ഓരോന്ന് എടുത്തു നോക്കാം. നോർമൽ എ വരുമ്പോൾ നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുന്ന ആ എന്നാണ്. നമ്മളത് ആദ്യത്തെ ആൽഫബറ്റ്സിൽ അത് പറഞ്ഞിരുന്നു. പക്ഷേ എ ഉംലോട്ട് എന്ന് വരുമ്പോൾ അതിനെ ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്ന എ എന്നാണ്. നോർമൽ എ വെച്ച് ഒരു എക്സാമ്പിൾ ആപ്പൽ. ആപ്പൽ എ ഉംലോട്ട് ആകുമ്പം അത് ഹേൻഡെ എന്ന് പറയും. ഇവിടെ അതിനെ എ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അടുത്തതായി ഒ വെച്ചിട്ടുള്ളതാണ്. നോർമൽ ഒ ഉള്ളതിന് ഒ എന്നും ഒ ഉംലോട്ടിനെ ഉ എന്നാണ് പറയേണ്ടത്. ഉ അല്ല ഊ. നമ്മുടെ വാ ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ചിട്ട് വേണം അതിനെ പ്രൊനൗൺസ് ചെയ്യാൻ ഉ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോർമൽ ഒ വെച്ച് ഷോൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്നാണ്. അടുത്തതായിട്ട് ഒ ഉംലോട്ട് വരുമ്പോൾ ഷൂൺ എന്ന് പറയണം. ഷൂൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തതാണ് ഏറ്റവും പാടുള്ള ഒരു പ്രൊനൗൺസിയേഷനാണിത്, യു ഉംലോട്ട്. സാധാരണ യുവിനെ നമ്മൾ ഇവിടെ പറയുന്നത് ഉ എന്നാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാർ സർവീസാണ് ഊബർ, അതിനെ ഇവിടെ ഊബർ എന്നാണ് പറയുന്നത്. പക്ഷേ യു ഉംലോട്ട് വരുമ്പോൾ യൂപ്പർ എന്ന് പറയും. അതിന് ഓവർ അല്ലെ എബോ എന്നാണ് ഇവിടെ അർത്ഥം. അതിന് യൂപ്പർ. ഇനിയും കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് പരിശോധിക്കാം. എസിൻ്റെ സൗണ്ടാണ്. അതായത് വൗവൽസ് എ ഇ ഐ ഒ യു എന്ന വൗവൽസിന് മുമ്പ് വരുന്ന എസിനെ നമ്മൾ ഇസഡ് പോലെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാഗൻ എന്നാണ്. സാഗൻ എന്ന് പറഞ്ഞാൽ ടു സേ എന്നാണ് ജർമ്മനിലർത്ഥം. ടു സേ അതിനെ നമ്മൾ സാഗൻ എന്നാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എസ് പി ഒരുമിച്ച് വരികയും എസ് ടി ഒരുമിച്ച് വരികയും ചെയ്യുന്ന വാക്കുകൾക്കാണ്. അതായത് ആരംഭത്തിൽ ഏറ്റവും വേർഡിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ എസ് പിനെ ഇഷ്പ് എന്നും എസ് ടീനെ ഇഷ്ട് എന്നുമാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്പോർട്ട് എന്നതിന് ഇവിടെ സ്പോർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്, സ്പോർട്ട്. അടുത്ത സ്റ്റേ ഹെൻ എന്ന് പറഞ്ഞാൽ സ്റ്റേ ഹെൻ എന്നാണ് നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതായത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊനൗൺസിയേഷനാണ്. എസ് പി എന്നിനെ ഷ്പ് എന്നും എസ് ടീനെ ഇഷ്ട് എന്നുമാണ് നമ്മൾ ഇതിൻ്റെ വേർഡിൻ്റെ ആരംഭത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അടുത്ത കേസാണ് ടി എച്ച് വരുമ്പോൾ നമ്മൾ ടി മാത്രമായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇത് എപ്പോൾ വന്നാലും, അതായത് ഏത് വേർഡിൻ്റെ കൂടെ വന്നാലും ടി എന്ന് മാത്രമാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ തേമ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ ചീമ എന്നാണ് അവർ പറയണത്. വേറൊരു എക്സാമ്പിൾ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ മാറ്റമാറ്റിക് എന്നാണ് പറയുന്നത്. ടേ എന്നാണ് പറയുന്നത്. ടി എച്ച് അവിടെ ഇല്ല. അടുത്ത പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ പ്രൊനൗൺസിയേഷനാണ്. അതിനിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് ടി ഇസഡ്
TS എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ടൈമിനാണ് ഇവിടെ സൈറ്റ് എന്നാണ് പറയുന്നത്, സൈറ്റ് എന്നാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പീസ എന്ന് പറയില്ല, PIZZA എന്നാണ് നമ്മൾ പീസ എന്ന് പറയും. ഇവിടെ പീറ്റ്സ എന്നാണ് അവരോട് പറയുന്നത്, പീറ്റ്സ. അടുത്തതായിട്ട് എച്ചിൻ്റെ സൗണ്ടാണ്. എച്ച് നമ്മൾ വവൽസ് കഴിഞ്ഞ് വരുന്ന എച്ച് എല്ലാം സൈലൻ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പം നമ്മൾ എഴുതിയത് GEHE എന്നാണ്. സോ നോർമലി നമ്മൾ വായിക്കേണ്ട ഗേഹെൻ എന്നല്ല, ഗേഹെൻ എന്ന് വായിക്കരുത് ഒരിക്കലും, ഗെയിൻ എന്നാണ് വായിക്കുന്നത്, ഗെയിൻ. അവിടെ എച്ച് എപ്പോഴും വവൽസ് കഴിഞ്ഞ് വരുന്ന എപ്പോഴും എച്ച് സൈലൻ്റ് ആയിരിക്കും. അതിനൊരുപാട് വേർഡ്സ്, അങ്ങനത്തെ വേർഡ്സ് ജർമ്മനിലുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഗെയിൻ ആയിരിക്കും വരയ്ക്കണേ, ഗേഹെൻ എന്നല്ല, ഗെയിൻ. അവിടെ എച്ച് സൈലൻ്റ് ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ഡി ആണ്. അവസാനം ഡി, ഏതിൻ്റെയും ഒരു വേർഡിൻ്റെ അവസാനം ഡി വരുവാണ്, ടി ആയിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇവിടെ UND എന്ന് എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിൽ ആൻഡ്, ഏതെങ്കിലും വേർഡിനിടയിൽ നമ്മളൊരു പ്രൊപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്ന ആൻഡ് ആണ് ഇവിടെ UND എന്ന് ഒരു എഴുതുന്നത്. അതിനെ ശരിക്കും അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഉൻറ്റ് എന്നാണ്, ഉൻറ്റ്. അതിനെ ടി ആയിട്ടാണ് അവസാനം പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഉൻറ്റ്. അടുത്തതായിട്ട് G അവസാനം വരുന്ന വേർഡ്സിനെ നമ്മൾ K ആയിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇതിനെ ടാഗ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യരുത്. ഇതിന് ടാക്ക് എന്നാണ് നമ്മൾ, ഗുട്ടൻ ടാക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ എന്നാണ് ഇതിൻ്റെ ടാക്ക് എന്ന് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ടാഗ് എന്ന് പറഞ്ഞാൽ ഗുട്ടൻ ടാക്ക് എന്നാണ് പറയേണ്ടത്, ടാക്ക്. ഇതിനെ K ആയിട്ടാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഒരു വവൽസിന് മുമ്പ് വരുന്ന ജിയെ നമ്മൾ ഗ, മലയാള അക്ഷരം ഗായായിട്ടാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ശരിക്കും ഇത് ഗാർട്ടൻ, ഗാർട്ടൻ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഗാർട്ടൻ. അത് നമ്മുടെ നോർമൽ ഗാർട്ടൻ തന്നെ, അതിനെ ഗാർട്ടൻ എന്നാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഗാർട്ടൻ. അതിനെ ഗായായിട്ടാണ് നമ്മുടെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അടുത്തത് ജെ ആണ്. ജെയെ നമ്മൾ യായായിട്ട് വേണം പ്രൊനൗൺസ് ചെയ്യാൻ. അപ്പം യാർ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് യാർ എന്ന് പറഞ്ഞാൽ ഇയർ എന്നാണ് അതിനെ നമ്മൾ ജർമ്മനിൽ ഉദ്ദേശിക്കുന്നത്, ഇയർ, യാർ, യാർ. അടുത്തതിന് W ആണ്. ആ ഡബ്ല്യുവിനെ നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് V ആയിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന വാസർ, വാസർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വാട്ടർ എന്നാണ്. അതിനെ നമ്മൾ ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് വാസർ എന്നാണ്, V ആയിട്ടാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, വാസർ. അടുത്തത് VA ഇവിടെ F ആയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, VATER എന്ന് പറഞ്ഞാൽ ഫാറ്റർ എന്നാണ് അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അല്ലാതെ വാറ്റർ എന്നല്ല, ഫാറ്റർ. ഫാറ്റർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ അതിന് ഫാദർ എന്നാണ് മീനിങ് പറയണത്. നമ്മളൊരു പ്രധാന ഒരു എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ പറയാനുള്ള, നമ്മുടെ നാട്ടിൽ വോൾസ് വാഗൺ നമ്മൾ പറയും, പക്ഷെ അത് വോൾസ് വാഗൺ അല്ല. ഇവിടെ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഫോൾക്സ് വാഗൺ എന്നാണ്, ഫോൾക്സ് വാഗൺ എന്നാണ്.